നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. ശങ്കര വേദാന്തം അല്ലെങ്കിൽ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ മുന്നോട്ട് വയ്ക്കുന്ന വേദാന്ത വീക്ഷണവുമായി പൂർണ്ണമായും യോജിപ്പില്ല എന്ന് മുൻപൊരു ഇന്റർവ്യൂവിൽ അങ്ങ് പറഞ്ഞതായി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ വീക്ഷണങ്ങളുമായി, വേദാന്ത വീക്ഷണങ്ങളുമായി താങ്കൾക്കുണ്ടായ പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്ന് വിശദീകരിക്കാം. ബ്രഹ്മസൂത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ അപശൂദ്രാധികരണം എന്ന പ്രകരണത്തിൽ വേദം വായിക്കുന്ന കേൾക്കുന്ന ശൂദ്രൻ്റെ നാക്ക് കീറിക്കളയണം, പിളർത്തണം എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ഇത് ന്യായമല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നിരിക്കണം. ജന്മജാതി എന്നുള്ളത് ഒരർത്ഥത്തിലും സ്വീകാര്യമായ ഒരാശയമല്ല എന്ന് എല്ലാ ശാസ്ത്രകാരന്മാരും ഉപനിഷത്തുകളും പറയുന്നുണ്ട്. വജ്രസൂചികോപനിഷത്ത് എന്ന ഒരു ചെറിയ ഉപനിഷത്തുണ്ട്. ആരാണ് ബ്രാഹ്മണൻ എന്നാണ് ചോദിക്കുന്നത്. ജന്മം കൊണ്ട് ആരും അതാവില്ല എന്ന് സ്ഥാപിക്കുകയാണ്. ദേഹം കൊണ്ടാവില്ല, മനസ്സുകൊണ്ടാവില്ല, ആത്മാവ് കൊണ്ടാവില്ല, ഒന്നുകൊണ്ടും ആവില്ല എന്ന് സ്ഥാപിക്കുകയാണ് വജ്രസൂചിക ഉപനിഷത്ത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സ്വാമികളും അത് കണ്ടിരിക്കണം. അതുമാത്രമല്ല, ഭഗവത്ഗീത എന്ന് പറയുന്ന മഹാഗ്രന്ഥം അദ്ദേഹം വ്യാഖ്യാനിച്ചപ്പോൾ അതിലെ 1-ാം അധ്യായവും 2-ാം അധ്യായത്തിലെ 10 വരെ ശ്ലോകങ്ങളും ആവശ്യമില്ല എന്നുകൂടി പറയുകയുണ്ടായി. എന്താ കാരണം നോക്കുമ്പോൾ ഒരു തമാശ കണ്ടുകിട്ടി. ഈ 1-ാം അധ്യായത്തിലാണ് അർജുനൻ താൻ എത്തിപ്പെട്ട വിഷമാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. തനിക്ക് കിട്ടിയ വിദ്യാഭ്യാസവും അന്ന് നിലവിലിരുന്ന സമുദായ അവസ്ഥയും എല്ലാം കൂടിയാണ് ഈ പരിണതി ഉണ്ടായത് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ ഇവരെ കൊന്നാൽ ഞങ്ങളുടെ കുടുംബസ്ത്രീകൾക്ക് നാഥനില്ലാതാവും, അവർ വർണ്ണസങ്കരത്തിന് വിധേയരാകും, അങ്ങനെ ജാതിധർമ്മവും കുലധർമ്മവും നാശമാവും എന്നാണ്. ഒരു മഹായുദ്ധം അനിവാര്യമായ സാഹചര്യത്തിൽ അതിൻ്റെ 1-ാം തൂണായ അർജുനന് ഇങ്ങനെ ഒരു മൗഢ്യഭാവം വന്നത് അന്ന് നിലവിലിരുന്ന സമുദായ ധർമ്മത്തിൻ്റെ ഫലമാണ് എന്ന് വ്യാസഭഗവാൻ വ്യക്തമായിട്ട് സ്ഥാപിക്കുകയാണ്. അതിൽ നിന്ന് കരകയറ്റാനാണ് ഗീത മുഴുവൻ പറയുന്നത് എന്നുകൂടി ധ്വനി അവിടെയുണ്ട്. അങ്ങനെയുള്ള ജാതിയെയാണ് ഈ നേരത്തെ പറഞ്ഞ ബ്രഹ്മസൂത്ര വ്യാഖ്യാനത്തിൽ ആചാര്യസ്വാമികൾ ന്യായീകരിച്ച് വിട്ടുകളഞ്ഞത്. അങ്ങനെ ന്യായീകരിച്ച് വിട്ടുകളഞ്ഞതിന് തുടർച്ചയായിട്ട് തന്നെയാണല്ലോ ഗീതയിൽ ഈ ഭാഗങ്ങൾ വേണ്ടായിരുന്നു എന്നുകൂടി പറഞ്ഞത്. ജാതിക്കെതിരെ എപ്പോഴും നമുക്ക് എഴുത്ത് ഉണ്ടായിട്ടുണ്ട്. ജാതി വളരെ പ്രാചീനമാണ് എന്നും നമുക്കറിയാം. വേദങ്ങളിൽ ജാതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ജാതി എന്ന മഹാവിപത്തിനെ ദൂരീകരിക്കാൻ വേണ്ടിയാണ്, ഉച്ചാടനം ചെയ്യാൻ വേണ്ടി കൂടിയാണ് ബുദ്ധഭഗവാൻ തൻ്റെ മതത്തിന് പിറവി കൊടുത്തത്. അങ്ങനെ ഇരിക്കെ അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, എല്ലാ വിദ്യകളെയും ഉൾക്കൊണ്ടുകൊണ്ട്, യോഗവിദ്യയെയും സാഖ്യത്തെയും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ ഒരു ലോകവീക്ഷണം അവതരിപ്പിച്ച് ജാതി എന്നത് മാത്രമല്ല എല്ലാ ദുരാചാരങ്ങളെയും മനുഷ്യ സമൂഹത്തിൽ നിന്ന് മാറ്റിത്തീർക്കാൻ വേണ്ടി വേദവ്യാസൻ ചമച്ചു വെച്ച കൃതികൾക്ക് ഉള്ളിൽ കടന്നുകൊണ്ട് അതിൽ ജാതിക്ക് വീണ്ടും സ്വാധീനമുണ്ടാകത്തക്ക രീതിയിൽ നിലപാടെടുക്കുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം, വേദവ്യാസ മഹർഷി ദർശനത്തെ സംഘടിത പൗരോഹിത്യ ജാതി വ്യവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആചാര്യസ്വാമികൾ ദൗർഭാഗ്യകരമായിട്ട് നേരെ എതിർ ദിശയിലാണ് പോയത് എന്നാണ്.
അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തോടുള്ള പാണ്ഡിത്യത്തോടുള്ള, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനങ്ങളോടുള്ള, അദ്ദേഹത്തിൻ്റെ ധിഷണാശക്തിയോടുള്ള എല്ലാ ആദരവും വെച്ചുകൊണ്ട് അല്പന്മാരായ നമുക്ക് ഇങ്ങനെയൊരു കാര്യത്തിൽ തെറ്റായ നിലപാടാണ് അദ്ദേഹം കൈക്കൊണ്ടത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശരിയെന്ന് തോന്നുന്നത് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നുകൂടി ഗീത തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമാപണപൂർവം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പക്ഷപാതിത്വത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയതാണ്, അല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടല്ല. ക്ഷമിക്കണം. അതുകൂടാതെ ശ്രീ ശങ്കരാചാര്യസ്വാമികൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന ഒരു ആശയത്തോട്, അതായത് ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം, ഈ പ്രകടമായ പ്രപഞ്ചം, ജഗത് ഒരു മിഥ്യയാണ്, ഇല്യൂഷനാണ്, അല്ലെങ്കിൽ അപ്പിയറൻസ് ആണ് എന്ന ആ ഒരു ആശയത്തോട് താങ്കളുടെ പ്രപഞ്ച വീക്ഷണം, അല്ലെങ്കിൽ ഗീത നമുക്ക് മനസ്സിലാക്കി തരുന്ന ആ ഒരു പ്രപഞ്ച വീക്ഷണം പൂർണ്ണമായും യോജിക്കുന്നുണ്ടോ? യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ എന്നും ഒരു പ്രഹേളികയായിട്ടുണ്ട്. എന്താണ് യാഥാർത്ഥ്യം, എന്താണ് യാഥാർത്ഥ്യമല്ലാത്തത് എന്നതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ട്. യോഗശാസ്ത്രമായ ഗീത പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ചിത്രം തരുന്നുണ്ട്. അത് നമുക്ക് ബോധ്യപ്പെടണം എങ്കിൽ ഒരു കാര്യം വേണം, ഒരു മുൻവിധിയില്ലാതെ നമ്മൾ അതിനെ സമീപിക്കണം. ഗീത വ്യാഖ്യാനിച്ച ഒരുപാട് പേരിൽ മിക്കവാറും പേര് തങ്ങളുടെ വാസനാബലമായ കാഴ്ചപ്പാടിന് സാധൂകരണം അന്വേഷിച്ചാണ് അങ്ങനെ ചെയ്തത്. ആചാര്യസ്വാമികൾ ജ്ഞാനപക്ഷത്തെ സാധൂകരിക്കാൻ അതിനെ പഠിച്ചു. ജ്ഞാനേശ്വരി ഭക്തിപക്ഷത്തെ സാധൂകരിക്കാൻ അതിനെ പഠിച്ചു. ബാലഗംഗാധര തിലകൻ കർമ്മപക്ഷത്തെ സാധൂകരിക്കാൻ അതിനെ പഠിച്ചു. മഹാത്മജി അനാസക്തിയെ സാധൂകരിക്കാൻ അതിനെ പഠിച്ചു. അരവിന്ദ മഹർഷി ധ്യാനത്തെ സാധൂകരിക്കാൻ അതിനെ പഠിച്ചു. അങ്ങനെ അതിൻ്റേതായ ഉള്ളിലേക്ക് പോയിട്ട് ഒരു പക്ഷവുമില്ലാതെ യാഥാർത്ഥ്യത്തെ കണ്ടുപിടിക്കാനുള്ള ശ്രമം വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാതും യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നു ഗീത എന്നാണ്. അയഥാർത്ഥമായി ഒന്നും തന്നെ ഇല്ല. തമ ഭേദങ്ങൾ ഉണ്ട്, അതായത് ഡിഗ്രികൾ ഉണ്ട്. നമ്മൾ സ്വപ്നത്തിൽ കാണുന്നത് സ്വപ്നത്തിലെ യാഥാർത്ഥ്യം, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നത് ഉണർച്ചയിലെ യാഥാർത്ഥ്യം. അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നത് എന്ത് യാഥാർത്ഥ്യമാണ് എന്ന കാര്യം നമുക്ക് നിശ്ചയവുമില്ല. അപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യമാണ്, പക്ഷേ അതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമുണ്ട് എന്നുകൂടി നമ്മൾ അറിയണം എന്ന് മാത്രം. രാവിലെ ആയാൽ സൂര്യൻ ഉദിക്കുന്നുണ്ട്, വൈകുന്നേരം അസ്തമിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഉപഗ്രഹത്തിലോ സ്പേസ് സ്റ്റേഷനിലോ പോയാൽ സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യില്ല. അപ്പോൾ സൂര്യോദയം ഒരു യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ ഭൂമിയിൽ കഴിയുന്ന നമുക്കൊരു യാഥാർത്ഥ്യമാണ്. സ്പേസിൽ പോയാൽ സൂര്യോദയം എന്ന യാഥാർത്ഥ്യമില്ല എന്ന് വിചാരിച്ച് ഭൂമിയിലിരിക്കുന്ന നമ്മൾ രാവിലെ എണീക്കാതിരിക്കുകയോ പല്ല് തേക്കാതിരിക്കുകയോ കുളിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യാറില്ലല്ലോ. പ്രത്യക്ഷ യാഥാർത്ഥ്യം എന്നും പരോക്ഷ യാഥാർത്ഥ്യം എന്നും ആത്യന്തിക യാഥാർത്ഥ്യം എന്നും 3 യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പ്രത്യക്ഷ യാഥാർത്ഥ്യം നമ്മുടെ ഈ പ്രാപഞ്ചിക തലത്തിൽ ഉള്ള യാഥാർത്ഥ്യം ആണ്. പരോക്ഷ യാഥാർത്ഥ്യം അവ്യക്തം എന്ന മാധ്യമത്തിലുള്ള യാഥാർത്ഥ്യം ആണ്. ആത്യന്തിക യാഥാർത്ഥ്യം ഈശം എന്ന 3ാമത്തെ പ്രപഞ്ച തലത്തിലെ യാഥാർത്ഥ്യവും ആണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള
അനുഭവത്തെയും അയഥാർത്ഥമായി കാണേണ്ടതില്ല. ഇന്ദ്രിയങ്ങൾ കാണുന്നത് ശരിയല്ല എന്ന് പറയാറുണ്ട്. ഇന്ദ്രിയങ്ങൾ കാണുന്നത് ശരിയാണ്. കാരണം ഇന്ദ്രിയങ്ങളാണ് നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്നത്. ഗീത പറയുന്നത് ഇന്ദ്രിയങ്ങൾ പ്രധാനങ്ങളാണ്, ഇന്ദ്രാണി പരാണ്യാഹു. എന്നാലോ ഇന്ദ്രിയങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട് മനസ്സിന്. ഇന്ദ്രിയേഭ്യ പരം മന, മനസ്സിനേക്കാൾ പ്രാധാന്യമുണ്ട് ബുദ്ധിക്ക്. മനസ്സസ്തു പരാബുദ്ധി. പക്ഷേ ബുദ്ധിയേക്കാൾ പ്രാധാന്യമുണ്ട് ആത്യന്തികമായ ആത്മാവിന്. ബുദ്ധിയേക്കാൾ പരമമായി എന്താണോ ഉള്ളത് അതാണ് അത് എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു നിർവചനം. അപ്പോൾ ഇന്ദ്രിയങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് പരീക്ഷിക്കാൻ ആദ്യം മനസ്സിനോട് ചോദിക്കുക. അത് പറയുന്നത് ശരിയാണോ എന്ന് നോക്കാൻ ബുദ്ധിയോട് ചോദിക്കുക. അത് പറയുന്നത് ശരിയാണോ എന്ന് നോക്കാൻ ആത്യന്തികമായി നമ്മുടെ ആത്മാവിനോട് ചോദിക്കുക. ഇതാണ് നേർവഴി. അല്ലാതെ ഇന്ദ്രിയങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് മനസ്സിനെ കൊണ്ട് വിശ്വസിപ്പിച്ച് ആ വിശ്വാസം ബുദ്ധിയിലേക്ക് കൈമാറി ആ ബുദ്ധി കൊണ്ട് പരമാത്മാവിനെ അളക്കാൻ പോയാൽ നമ്മൾ ഒരിടത്തും എത്തിച്ചേരില്ല എന്നാണ് ഗീത നമ്മളോട് പറയുന്നത്. എല്ലാം മായയാണ് എന്നത് ജീവിത നിഷേധമാണ്. എല്ലാം ത്യജിക്കുകയാണ് വേണ്ടത് എന്നൊരു പൂർവപക്ഷം ഉണ്ടായിരുന്നു. ആ പക്ഷത്തെക്കുറിച്ചും ഗീത പറയുന്നുണ്ട്. നഹി സന്യസനാദേവ സിദ്ധിം സമതി ഗച്ഛതി. സന്യാസം കൊണ്ട് മാത്രം ഒരു സിദ്ധിയും ഉണ്ടാവുന്നില്ല. പക്ഷേ അതിനൊരു മറുവശവും കൂടെ ഉണ്ട്. നഹി അസന്യസ്ത സങ്കല്പോ യോഗി ഭവതി കശ്ചന. സന്യാസ സങ്കല്പം ഇല്ലാത്ത ഒരാൾക്ക് യോഗിയാവാൻ കഴിയില്ല. ഉപേക്ഷ ബുദ്ധി കൂടാതെ, ത്യാഗബുദ്ധി കൂടാതെ നമുക്ക് ആത്മാവിൻ്റെ സമീപത്തേക്ക് എത്തി നോക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ ശരീരത്തിനാവശ്യമായ പ്രാധാന്യം നൽകണം, മനസ്സിനാവശ്യമായ പ്രാധാന്യം നൽകണം, ബുദ്ധിക്ക് ആവശ്യമായ പ്രാധാന്യം നൽകണം, ആത്മാവിന് പരമപ്രാധാന്യം നൽകണം. ബുദ്ധിയെ ആത്മാവിൻ്റെ വശത്ത് നിർത്തുകയും ആ ബുദ്ധിയുടെ കീഴിൽ മനസ്സിനെ നിർത്തുകയും ആ മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ ഇന്ദ്രിയങ്ങളെ നിർത്തുകയും ചെയ്യുന്നതാണ് ശരിയായ മാർഗം എന്നാണ് ഗീത ഉപദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വഴി പഴയ്ക്കാതിരിക്കും. ആ പഴയ്ക്കാത്ത വഴിയാണ് പാർത്ഥസാരഥി നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഒന്നും ഉപേക്ഷമല്ല, ഒന്നും അയഥാർത്ഥ്യമല്ല. പാമ്പായാലും കയറായാലും നമുക്ക് യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അത് അങ്ങനെയായിട്ട് തോന്നുന്ന കാലം വരെ.